Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് LGS വേരിയസ് കാറ്റഗറി നമ്പർ 535/2023. ഇത് ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പെൻഡിങ് വേക്കൻസി ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ ജില്ലയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് ഇന്ന് വരെയുള്ള ടോട്ടൽ അഡ്വൈസ് 69ആണ്. അതിൽ OC മെയിൽ 41ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ 43ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 26/11/2025 ആണ്. പെൻഡിംഗ് ആയിട്ട് ഒരു 14 വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട്. അതിനി അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. ഒരു 5 TPO ആണ് പെൻഡിങ് തിരുവനന്തപുരത്തുള്ളത്. ഓക്കെ, തിരുവനന്തപുരത്തെ കാര്യത്തെയാണ്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഓരോ കാസ്റ്റിന്റെ ഒക്കെ അറിയാനുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതെല്ലാം സൈറ്റിലുള്ള കാര്യം തന്നെയാണ്. സൈറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് അയക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ചോദിക്കുക ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് കൊല്ലത്ത് ടോട്ടൽ അഡ്വൈസ് 33 ആണ്. അതിൽ മെയിൽ OC 11ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 13ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 2/12/2025 ആണ്. അഡ്വൈസ് അയച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു 2 വേക്കൻസിക്കും കൂടെ പെൻഡിങ് അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. TPO 9 ആണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് 22 ആണ്. OC മെയിൽ 8ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 2ാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അവിടെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 20/11/2025 ആണ്. ഇനി അഡ്വൈസ് 22 അഡ്വൈസ് അയച്ചതിന് ശേഷം പെൻഡിംഗ് ആയിട്ട് ഒരു 4 വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO അവിടെ 6 എണ്ണമാണ്. ഇനി അടുത്ത് ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് 43 ആണ്. മെയിൽ OC 20ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 21ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 1/12/2025 ആണ്. ഓക്കെ, പെൻഡിംഗ് വേക്കൻസി 4 എണ്ണത്തിനോട് ഇനി അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. 10 TPO ആണ് ആലപ്പുഴയിൽ പെൻഡിംഗ് ഉള്ളത്. നെക്സ്റ്റ് വൺ കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് 54 ആണ്. ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ 31ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ 18ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് അയച്ച ഡേറ്റ് 27/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. TPO ഒരു 11 ഉണ്ട്. TPO. നെക്സ്റ്റ് വൺ ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് 41 ആണ്. മെയിൽ OC 17ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 7ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 11/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി 3 എണ്ണത്തിനും കൂടെ ഇനി അവിടെ അഡ്വൈസ് അയക്കാനുണ്ട്. TPO 7 എണ്ണമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് 44 ആണ്. ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ 18ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ 4ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 17/11/2025 ആണ്. 25 വേക്കൻസിയും കൂടെ എറണാകുളത്ത് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO അവിടെ 12 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് 49 ആണ്. മെയിൽ OC 23ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 13ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 25/11/2025 ആണ്. ഈ അഡ്വൈസ് അയച്ചതിനു ശേഷം ഒരു 12 വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO തൃശ്ശൂർ 10 എണ്ണമാണ് പെൻഡിംഗ് ഉള്ളത്. നെക്സ്റ്റ് പാലക്കാട് ടോട്ടൽ അഡ്വൈസ് 21 ആണ്. മെയിൽ OC 7ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC ഒന്നും തന്നെ പോയിട്ടില്ല. ലാസ്റ്റ് അഡ്വൈസ് 19/11/2025 ലാസ്റ്റ് അഡ്വൈസ് നടന്നത്. പെൻഡിംഗ് വേക്കൻസി ഇനി ഒരു 7 എണ്ണത്തിനും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO പാലക്കാട് 13 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് 35 ആണ്. മെയിൽ OC 8ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 7ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 11/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ഇനി ഒരു 20 എണ്ണത്തിനോട് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO 9 എണ്ണമാണ് പെൻഡിംഗ് ഉള്ളത്. ഇനി കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് 31 ആണ്. OC മെയിൽ 11ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 3ാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 25/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ആയിട്ട് ഇനി ഒരു 14 എണ്ണത്തിനും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO 13 എണ്ണമാണ്. ഓക്കെ, ഇനി വയനാട് ടോട്ടൽ അഡ്വൈസ് 19 ആണ്. OC മെയിൽ 6ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 4ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 29/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ഒരു വേക്കൻസിയും കൂടെ അവിടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO വയനാട് 8 എണ്ണമാണ് ഉള്ളത്. ഈ കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് 34 ആണ്. ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ 19ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ 7ാമത്തെ റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 24/11/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ഇനി ഒരു 12 വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO 11 എണ്ണമാണ് ഉള്ളത്. ലാസ്റ്റ് കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് 19 ആണ്. OC മെയിൽ 6ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 2ാമത്തെ റാങ്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 4/12/2025 ആണ്. പെൻഡിംഗ് വേക്കൻസി ഇനി ഒരു 5 എണ്ണത്തിനോട് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. TPO 8 എണ്ണമാണ് കാസർഗോഡ് ഉള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓരോ ജില്ലയിലെയും ഓവറോൾ നമ്മുടെ വേണ്ടുന്ന ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഓരോ നമ്മൾ വേക്കൻസി പറഞ്ഞതിൽ NGD ഉണ്ട്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ വാച്ച്മാൻ പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ OA പോസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പോസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് നമ്മുടെ മെയിലും ഫീമെയിലും കുറച്ചുകൂടെ ഇനി അഡ്വൈസ് പോകണം. അതായത് പെൻഡിംഗ് വേക്കൻസി ഉള്ളത് അങ്ങോട്ട് പോകും തോറും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. LGS ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡെമോ ഒന്നും ഇടാനുള്ള ഒരു
ഒരു പ്രശ്നം വരുന്നത്. കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അത് അറിയാം. കാരണം വാച്ച്മാൻ പോസ്റ്റ് വരുമ്പോഴത്തേനും മെയിൽ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ NGD ഏതാണ് നമുക്ക് കറക്റ്റ് കൺഫേം അല്ല. അത് വെറുതെ നമ്മളിങ്ങനെ പല വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ ഡെമോ ഇട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം അത് അത്ര ആപ്റ്റ് ആവത്തില്ല. ഒരു 50% പോലും അത് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ LGS വേരിയസിന്റെ ഡെമോ ഇടാത്തത്. ഓക്കെ, ഈ അഡ്വൈസ് വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.